നോക്കുന്നിടത്തെല്ലാം ശാസ്തപ്പന്മാർ. മാഹി പള്ളൂർ കോറോത്ത് ക്ഷേത്രം ഒരർത്ഥത്തിൽ പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം ദേവലോകമാവുകയായിരുന്നു. വിശാലമായ ക്ഷേത്രപ്പറമ്പിൽ നിറഞ്ഞാടിയ 35 ശാസ്തപ്പന്മാർ. ആയിരക്കണക്കിന് വിശ്വാസികളുടെ ഹൃദയാന്തരങ്ങളിൽ ആത്മീയ അനുഭൂതി പകർന്നിക്കുകയായിരുന്നു ആ കാഴ്ചകൾ. തെയ്യാട്ടക്കാവിലെ പച്ചപ്പണിഞ്ഞ അന്തരീക്ഷത്തിൽ കോൺട്രാ കളറുകളായ ചുവപ്പും വെള്ളയും കറുപ്പും കലർന്ന വർണ്ണങ്ങളിൽ മുഖത്തെഴുത്ത് നടത്തി വിടർന്നു നിൽക്കുന്ന പുറം ചട്ടയും അണിഞ്ഞ് ചടുല താളങ്ങളിൽ മിന്നിമറയുന്ന ഭാവങ്ങളും നൃത്തച്ചുവടുകളുമായി ക്ഷേത്രപ്പറമ്പാകെ ശാസ്തപ്പന്മാർ ആടിത്തിമിർത്തപ്പോൾ കണ്ടുനിന്നവർ അവാച്യമായ ഏതോ ആത്മീയ തീരത്തെത്തിയ അനുഭൂതിയിലായിരുന്നു. മകരപ്പാതി പിറന്ന് മൂവന്തിയിൽ വിളക്ക് തെളിയുമ്പോൾ കാളിയമർദ്ദന ഭാവത്തിൽ ബാലശാസ്തപ്പൻ തെളിയുന്ന ക്ഷേത്രം അത്യപൂർവമായ ചൈതന്യം വിശ്വാസികളിൽ പകർന്നു നൽകുന്ന ഒരു കാഴ്ചയാണ്. തെയ്യവുമായി ബന്ധപ്പെട്ട് ഇരു കൈകളും പിടിക്കാൻ 2 പേരും, ഒരു വെളിച്ചപ്പാടും 2 ചെണ്ടക്കാരും വേണം. ഇതിനു പുറമെ കുഴൽ വിളിക്കാരുമുണ്ടാകും. മൊത്തം 200ഓളം അകമ്പടിക്കാർ. താളം മുറുകുമ്പോൾ തെയ്യത്തിനൊപ്പം എല്ലാം മറന്ന് ഇളകിയാടുന്നവർ. ക്ഷേത്രപ്പറമ്പിനെ തന്നെ ഇവർ പ്രകമ്പനം കൊള്ളിച്ചു. ചിലമ്പിന്റെയും ശീൽക്കാരങ്ങളുടെയും അനുഗ്രഹവർഷങ്ങളുടെയും ശബ്ദം അന്തരീക്ഷത്തിൽ നിറഞ്ഞു. ദേശത്തു നിന്നും വിദേശങ്ങളിൽ നിന്നുമായി ഈ അസുലഭ കാഴ്ച കാണാൻ ആയിരങ്ങളാണ് ക്ഷേത്രപ്പറമ്പിൽ ഒഴുകിയെത്തിയത്. 35-ൽ കൂടുതൽ നേർച്ചകൾ ഉണ്ടായിട്ടും അണിയലങ്ങളുടെയും കെട്ടിയാട്ടക്കാരുടെയും ലഭ്യതക്കുറവ് മൂലം 35-ൽ പരിമിതപ്പെടുത്തുകയായിരുന്നു. ഉത്തര കേരളത്തിൽ തന്നെ ഇത്രയേറെ കുട്ടിച്ചാത്തന്മാർ ഒരേ സമയം കെട്ടിയാടുന്ന മറ്റൊരു തെയ്യക്കാവില്ല. തീക്കുണ്ടത്തിലേക്ക് എടുത്തുചാടുകയും അഗ്നി കോരിയെടുക്കുകയും ചെയ്യുന്ന തീച്ചാമുണ്ടിയും ഉച്ചിട്ടയും കാണികളെ അമ്പരപ്പിക്കുന്ന പ്രകടനമാണ് കാഴ്ചവെച്ചത്. 10 ഗുളികന്മാർ, കാരണവർ, 3 ഖണ്ഡകർണൻ തെയ്യങ്ങളും കെട്ടിയാടി. ദേവതാ സങ്കല്പങ്ങളുള്ള കാവുകളിലും തറവാട്ട് സ്ഥാനങ്ങളിലുമാണ് പ്രധാനമായും തിറ കെട്ടിയാട്ടങ്ങൾ നടക്കുക. ധനുമാസത്തിൽ ആരംഭിക്കുന്ന തിറ ഉത്സവങ്ങൾ മേടം വരെ തുടരും. പാരമ്പര്യമായി തിറ കെട്ടുന്നവർ ദേവരൂപം ധരിച്ച് ദൈവങ്ങളായി പ്രത്യക്ഷപ്പെടുകയും ഭക്തർക്ക് അനുഗ്രഹങ്ങൾ നൽകുകയും ചെയ്യും. വിവിധ തിറകൾ പ്രധാനമായും മലയന്മാർ, പെരുവണ്ണാൻ, മുന്നൂറ്റന്മാർ, പാണർ തുടങ്ങിയ സമുദായങ്ങളാണ് കെട്ടുന്നത്. 3 തരം തിറകളാണ് പ്രധാനമായും ഉള്ളത്. വെള്ളാട്ട് കൗമാരത്തെയും തിറ യൗവനത്തെയും ചാന്താട്ടം വാർദ്ധക്യത്തെയും പ്രതിനിധീകരിക്കുന്നു. ഓരോ തിറകൾക്കും ഒട്ടേറെ സമയമെടുക്കുന്ന പ്രത്യേക ചമയങ്ങളും മുഖത്തെഴുത്തും ഉണ്ടാകും. കുരുത്തോല, പാള, ചിരട്ട, മുള തുടങ്ങിയ പ്രകൃതിയിൽ നിന്നുള്ള വസ്തുക്കളാണ് കോലം കെട്ടാൻ ഉപയോഗിക്കുന്നത്. പുരുഷന്മാർ മാത്രമാണ് തിറ കെട്ടിയാടുക. ഭഗവതി, മലക്കാരി, ഗുളികൻ, കുട്ടിച്ചാത്തൻ, കണ്ടാർകർണൻ, വസുരമാലി തുടങ്ങിയ ഒട്ടേറെ തിറക്കോലങ്ങൾ കാവുകളിൽ കെട്ടിയാടാറുണ്ട്. വ്രതമെടുത്ത് ഒരു നേരം മാത്രം അരി ആഹാരം കഴിച്ച് തിറയാടാൻ ഓരോരുത്തരും മനസ്സും ശരീരവും നേരത്തെ മുതൽ പാകമാക്കും. തിറ കെട്ടുന്ന ദിവസം പ്രധാനമായും തിന കൊണ്ടുള്ള ഭക്ഷണം മാത്രമാണ് കഴിക്കുക. പ്രദേശത്തെയും നാട്ടുകാരെയും കാത്തു സംരക്ഷിക്കാൻ തറവാട്ട് കാരണവന്മാരോടും പ്രമാണിമാരോടും തിറകെട്ടി ആടുന്നവർ കൽപ്പിക്കും. ചെണ്ടയുടെയും ചുറ്റും കൂടി നിൽക്കുന്നവരുടെയും ആർപ്പുവിളിയുടെയും ആരവത്തിൽ തിറക്കോലം ഉറഞ്ഞുതുള്ളും. ചെണ്ടമേളത്തിന്റെ താളത്തിനൊത്ത് ചുവടുവെച്ച് തിറക്കളത്തിലിറങ്ങും. ഇതിനിടെ ഭക്തർക്ക് ആശ്വാസകരമായി അരുളപ്പാടുകളും നടത്തും.